ഗൈസ് ഈ മണി പ്ലാന്റ് ഉണ്ടോ? ഇതിനിവിടെ 30 രൂപയുള്ളൂ. ഞാൻ സിറ്റിയിൽ നിന്ന് 150 രൂപ 190 രൂപയ്ക്ക് ഇത് മേടിച്ചത്. വൻ നഷ്ടം. അത് ഈ സൈസ് ഇവിടെ വന്നാൽ ലാഭത്തിന് എടുക്കുന്നത്. ഇതൊക്കെ 50 രൂപയുള്ളൂ. നിങ്ങൾ സിറ്റിയിൽ പോയി ചോദിച്ചാൽ 150 രൂപയെങ്കിലും ഒരു മിനിമം പറയും. ഇതെന്തോ അഭിയ? ഓ നേരത്തെ കണ്ടതാണ്. ഡ്രസ്സീന. ഇതെത്രയാണ്? 300 രൂപ. ഇത് പീസിലില്ല അല്ലേ? ഇൻഡോറിന് ഇവിടെ സ്പെഷ്യൽ പേയ്മെൻ്റ് ഉണ്ടല്ലേ? ഈ സൈഡ് വരുമ്പോൾ നമുക്ക് കലാത്തിയൊക്കെ കാണാം. നമ്മൾ ആ ഇൻഡോറിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ റൈറ്റ് സൈഡിലാണിത്. ഇതെല്ലാം കലാത്തിയുടെ കളക്ഷൻസാണ്. ഇനി നമുക്ക് വേറെ കുറച്ച് സംഭവങ്ങൾ കാണിച്ചു തരാം. അങ്ങോട്ട് പോവാം. ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് പെബിൾസൊക്കെ മേടിക്കും. പെബിൾസ്, ചെറിയ പോണ്ട്, ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഈ ഒരു സൈഡിലുണ്ട്. ചീരയല്ലേ ഇത്? അപ്പം ഇതായിരിക്കും, വെജിറ്റബിൾസ് ആയിരിക്കും, സീഡിട്ട് ചെറുതായിട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ കുറച്ച് സ്റ്റാച്യൂസ് ഉണ്ട് ഗൈസ്. ഔട്ട്ഡോർ ഡെക്കർ ഐറ്റംസ്. ടേബിൾ ഉണ്ട്, വാട്ടർമെലൻ്റെ ഡിസൈൻ. സിമെൻ്റ് ആയിരിക്കും, എല്ലാം സിമെൻ്റാണ്. ബുദ്ധൻ്റെ പ്രതിമ ഉണ്ടോ അബിയെ? കൊള്ളാം. ഇതും പാക്ക് സ്റ്റോൺസ് ആണ്. ഇവിടെ സ്റ്റോൺസ് ഒക്കെ ഉണ്ട് മുറ്റത്തിടുന്ന. പിന്നെ ഗ്രാസ് നിങ്ങൾ നേരത്തെ ഉണ്ട്, നോർമൽ ഗ്രാസ് അല്ലാതെ പേൾ ഗ്രാസ് ഉണ്ട്. ആ സൈഡ് ഫുൾ പേൾ ഗ്രാസ് ആണ്. അങ്ങോട്ട് പോയി നോക്കാം. അയ്യോ അങ്ങോട്ട് അതിൻ്റെ അകത്ത് കയറണോ? അങ്ങോട്ട് പെബിൾസ് ആണ്. അവരുടെ ഗോഡൗൺ പോലെ ഒരു ചെറിയ പാക്കറ്റിലൊക്കെ കളർ സ്റ്റോൺസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അതും കൂടെ നോക്കിയിട്ട് തരാം ഗൈസ്. അവിടെ കുറേ സംഭവങ്ങളുണ്ട്. ഫൗണ്ടനും സ്റ്റോൺസും അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. ഫൗണ്ടനുകളല്ലോ. ഫൗണ്ടൻസ് ഒക്കെ ഉണ്ട് ഗൈസ്. ഇത് കൊള്ളാമല്ലേ അവര്? 13,000 രൂപ. പിന്നെ കളർ സ്റ്റോൺസ് ഒക്കെ ഉണ്ട്. പെബിൾസ് ഏത്? അത് കൊള്ളാമല്ലേ? 3,200 അല്ലേ? ഇത് 3,200 ഗൈസ്. ഇതിൽ മീനിനെ ഇട്ടിട്ടുണ്ട് അവർ. ചെറിയ ഗപ്പിയാണെന്ന്. ഇത് കളർഫുൾ പെബിൾസ്. ഒരു പാക്കറ്റ് 25 രൂപയാണ്. ഏത് കളറാണെങ്കിലും. പല ടൈപ്പ് ഉണ്ട് ഇവിടെ. ഈ കാണുന്ന ഫുൾ പെബിൾസ്. ഇതൊക്കെ വലിയ പെബിൾസാണ്. ഇതിൻ്റെ റേറ്റ് വേറെ ഏതായിരിക്കും. ഇത് അവരുടെ ഗോഡൗണാണ് ഗൈസ്. ഇവിടെ നിന്നാണ് നമുക്ക് ആവശ്യമുള്ള പെബിൾസ് ചാക്ക് കണക്കിന് എടുക്കേണ്ടത്. കൊള്ളാം, അടിപൊളി. ഇനി നമുക്ക് അടുത്ത വലിയ പ്ലാന്റ്സിൻ്റെ ഏരിയയിലോട്ട് പോവാം. ആ സൈഡിലും കുറേ പ്ലാന്റ്സ് ഉണ്ട് ഗൈസ്. ഇതെല്ലാം ബോൺസായികളാണ്. 17,000 രൂപ ഈ ഒരു ബോൺസായി. ഇത് 29,000 രൂപ. ഇത് കിടിലായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് നോക്കി. 29,000 ബോൺസായി. ഇത് 36,000. പലതരം ബോൺസായികളുണ്ട് ഇവിടെ. ചെറിയ ബോൺസായി ഉണ്ടല്ലേ? അല്ലതോ അതൊക്കെ ചെറുതല്ലേ? ചെറിയ ബോൺസായി. ഇത് വലിയ ബോൺസായി. അയ്യോ ഇതിൻ്റെ വില ഉണ്ടോ? 5 ലക്ഷം. 5 ലക്ഷത്തിൻ്റെ ബോൺസായി ഗൈസ്. ഇതെല്ലാം ബോൺസായി ആണ്. നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെന്തോ? ഞാനും മേടിച്ചായിരുന്നു, പക്ഷെ പോയി. ഇതും പോയി.
ഇത് നല്ല രസം, വയലറ്റ് ഫ്ലവർ വരുന്നതാണ്. നിങ്ങൾ ഇവിടുന്ന് പ്ലാന്റ്സ് മേടിച്ചാൽ മാത്രം പോരാ, അതുപോലെ മെയിൻറ്റെയിൻ കൂടെ ചെയ്യണം. വെർട്ടിക്കൽ ഗാർഡനിങ് വെച്ചാൽ അടിപൊളിയായിരിക്കും അല്ലേ? അതിൻ്റെ ചെറുതുണ്ട് പാക്കറ്റ്. ഇത് ബോർഡർ ചെയ്താൽ നല്ല രസമായിരിക്കും അല്ലേ? പെട്ടെന്ന് കരിഞ്ഞെങ്ങാനും പോകുന്നുണ്ടോ? ഫ്രണ്ട്സ്, ഇത് ഈ കാണുന്ന ചെടിയില്ലേ, ഈ പൂവുള്ളത്, ഇത് നല്ല കിടിലൻ ചെടിയാണ്. ഹെലിക്കോർണിയ എന്നാണ് പറയുന്നത്. അത്യാവശ്യം ഭംഗി തരുന്നൊരു ചെടിയാണ്. ഇവിടെ പിന്നെ കുറേ ചെടികളുണ്ട്. ഇതെല്ലാം 10, 20, 30 അങ്ങനെ അത്രയൊക്കെ ഉള്ളൂ റേറ്റ്. നമ്മൾ ഇവിടെ നിന്നാണ് ആൾക്കാർ സിറ്റിക്കകത്തുള്ള കടക്കാരെടുത്തിട്ട് അവിടെ വില കൂട്ടി സെയിൽ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നെടുത്താൽ നിങ്ങൾക്ക് ഹോൾസെയിൽ പ്രൈസിന് സാധനങ്ങൾ കിട്ടും. ഇവിടെ ചേമ്പിൻ്റെ ഇല, ഇത് നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ നമ്മൾ ബാലി സ്റ്റൈലിൽ ഗാർഡൻ സെറ്റ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന പ്ലാന്റ്സ് ആണ്. ആ സൈഡ് ഫുൾ തെറ്റിയാണ് ഗൈസ്. പല കളറിലുള്ള പല സൈസിൽ വളരുന്ന തെറ്റികൾ ഇവിടെ കണ്ടോ. ഡാർക്ക് റെഡ്, അതിൽ തന്നെ അപ്പുറത്ത് വൈറ്റ് കളറ്, ഓറഞ്ച്, അങ്ങനെ ഫുൾ പല സൈസിൽ പല കളറിലുള്ള തെറ്റികളാണിത്. ഇനി നമ്മൾ പോട്ടൊക്കെ കിട്ടുന്ന കടയിൽ കയറുന്നു. ഇത് ഇവിടെ തന്നെ ഉള്ളതാണ്. നല്ല ഡിസൈനർ പോട്ട്സ് കിട്ടും ഇവിടെ. ഇതൊക്കെ നല്ല ഡിസൈനർ പോട്ട്സാണ്. 150 രൂപയ്ക്കാണ് റേറ്റ്. 100 രൂപയ്ക്കുണ്ട്. 2 സൈഡും ഉണ്ട്. ഈ ഔള് കൊള്ളാമല്ലേ അബിയ? ഒരു പീസേ ഉള്ളൂ. ഇത് ബൗളല്ലേ ഫിഷിൻ്റെ? ഓ, ലക്കി ബാമ്പു. ഇവിടെ കുറച്ച് ബൗളുകളുണ്ട്. ഈ വൈറ്റ് കളർ ബൗൾ, വലിയ ബൗൾ വേണമെങ്കിൽ ഇവിടെ ഉണ്ട്. പലതരം ബൗളുകൾ. ഈ ആർട്ട് വർക്ക് നമുക്ക് മേടിക്കാനുള്ളതല്ലേ അബിയ? ആർട്ട് വർക്കുകൾ സ്ട്രേഞ്ചർ തിങ്സ്. ഇതിനൊക്കെ റേറ്റ് ഉണ്ട് കേട്ടോ. ഇത് 5000, ഇത് 9000. ഇതെല്ലാം ആൾക്കാർ വരച്ചതാണ് ഗൈസ്, അതാ റേറ്റ് ഉള്ളത്. റേറ്റ് വരും. ഇതുള്ള ആട്ടം. വരച്ച ആൾക്കാരുടെ ഫോട്ടോയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ നടന്ന് വേറൊരു സ്ഥലത്തെത്തി. ഇവിടെ കുളമുണ്ട്, ഇതാ കണ്ടോ. ഇതെല്ലാം ഈ ഒരു ബൊട്ടാണിക്കൽ ഗാർഡൻ്റെ അകത്താണ്. നമ്മളിനി വേറെ കുറച്ച് പ്ലാന്റ്സാണ് കാണാൻ പോകുന്നത്. അപ്പം ഇത് ബാമ്പു ആണോ ഈ ഇരിക്കുന്ന? ആ, അതെ, മീനുണ്ട് കേട്ടോ. അതോ മീനുണ്ട്, എൻ്റെ കോഴിക്കാർക്ക് പോലത്തെ മീനൊക്കെ ഉണ്ട്. ചിലപ്പോൾ അവിടെ ഉണ്ടാകാൻ നോക്കാം. ഈ ഏരിയയിൽ ഫുൾ മീനുകളൊക്കെ കാണാം. കുഞ്ഞു കുഞ്ഞു മീനുകളാണ്. ഇതൊക്കെ ആമ്പലാണ്. ആമ്പലും താമരയും അങ്ങനെയുള്ള സംഭവങ്ങൾ. കുളത്തിലിടുന്ന ചെടികൾ, ആമ്പൽച്ചെടികൾ.
ഗൈസ് ഇവിടെ കോഴിക്കാർപ്പുണ്ട് ഇതോ. ആ അത് തന്നെ കാർപ്പൺ. വേറെന്തോ മീനും കൂടെ ഉണ്ട് കേട്ടോ. ദാണ്ട് ഒരെണ്ണം വന്നിരിക്കുന്നു. ഒരുപാട് കാണാൻ പറ്റും. ഇവിടുന്ന് അങ്ങോട്ട് പോകാൻ പറ്റുമോ? അടുത്തവിടെ പട്ടിയുണ്ടല്ലോ. അത് ഫാം എന്തോ അല്ലേ ഡോഗിൻ്റെ? ആ കെനലാ, ഡോഗ് കെനൽ. എൻ്റെ അടുത്ത് ഇവിടെ ഉള്ളൊരു ആൻറ്റിയാണ് പറഞ്ഞത്. ആ ഇതാ ബാമ്പു ഇവിടെ. അതുണ്ട്. ഇതിന്റെ വേറൊന്നാ ആ ഇതെല്ലാം ബാമ്പു ആണ്. പല ടൈപ്പ് ബാമ്പൂസ്. ഗോൾഡൻ ബാമ്പു. അങ്ങോട്ടോ നമ്മളിതുവരെ ചെടിയൊന്നും എടുത്തില്ല. നമുക്കിനി ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് വേണം ചെടികൾ എടുക്കാൻ. നമ്മളിവിടെ ഫുൾ എക്സ്പ്ലോർ ചെയ്തിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഷോർട്സിന് വേണ്ടി മൊബൈൽ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. ഇത് ബൊഗൈൻവില്ല അല്ലേ? ഈ കാണുന്ന ഫുൾ ബൊഗൈൻവില്ല ഏരിയ. ഇപ്പോൾ സീസൺ അല്ലല്ലേ, അതാണ് ഫ്ലവർ ഇല്ലാത്തത്. ആ ഇതെന്തുവാ അബി ഈ ചെടി? ഞാനും മറന്നുപോയി. ഇവിടെ വലിയ പാറകളുണ്ടല്ലേ. ആ ഇത് കൊള്ളാം കേട്ടോ, ചെറിയ പെബിൾസ്. ആ ഇതൊന്ന് കഴുകി എടുത്തിട്ട് അറേഞ്ച് ചെയ്യണം. സോ ഗൈസ്, ഇനി നമ്മൾ കുറച്ച് ഷോപ്പിംഗ് നടത്തട്ടെ. ഈ കണ്ടതൊക്കെയാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ, കുഴിപ്പള്ളം ബൊട്ടാണിക്കൽ ഗാർഡനിലെ കാഴ്ചകൾ. നമ്മളിനി ഷോപ്പിംഗ് ചെയ്തിട്ട് വന്നിട്ട് ബാക്കി കാണാം. പിന്നെ ഞാൻ പറഞ്ഞു സ്റ്റേരിയ പോലെ ഉണ്ടെന്ന്. നമുക്ക് അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ മേടിച്ച് പിടിക്കാം. നമ്മൾ ഗോലി സോഡ മേടിച്ചു. അഭിയാനെ ചിയേഴ്സ്. ഗോലി സോഡ മേടിച്ചിട്ടുണ്ട്. ഗൈസ്, നിങ്ങളിവിടെ ചെടിയെടുക്കാൻ വരുമ്പോൾ ഇവിടുത്തെ ഏതെങ്കിലും ഒരു സ്റ്റാഫ് നിങ്ങളെ കൂടെ കാണും. അവരാണ് ചെടികൾ എടുത്തിരുന്നത്. ദോ ബാക്കിൽ വരുന്ന ആൻറ്റിയാണ് ഇപ്പം നമുക്ക് ചെടികൾ എടുത്ത് തരുന്നത്. നമ്മൾ സ്ഥിരം വരുമ്പം ആൻറ്റി തന്നെ എടുത്ത് തരുന്നത്. പറഞ്ഞാൽ മതി, എടുത്തുകൊണ്ടുവന്ന് ബില്ലൊക്കെ ഇട്ട് തരും. നമ്മൾ ഇവിടുത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ്. ഒത്തിരി പ്ലാന്റ്സ് എടുത്ത് അതെല്ലാം എടുത്തിട്ട് ഇനി അതിൻ്റെ ഗാർഡൻ പണി നടത്തണം. നമ്മൾ രണ്ടുപേരും ടയേർഡായി. ഇതോ അഭിമുഖം തോന്നിക്കുന്നു, നല്ല രീതിയിൽ ടയേർഡായിട്ടുണ്ട്. ഇനി നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പം അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് തുടങ്ങണം. അതുവരേക്കും സീ യു, ബൈ.